ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പേരാവൂരിൽ അട്ടിമറി പ്രതീക്ഷിക്കുകയാണ് CPIM. 3000 വോട്ടുകൾക്ക് KK ശൈലജ ജയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഉറച്ച പാർട്ടി വോട്ടുകളുടെ കണക്കിൽ 5000 വോട്ടിന് UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫ് മുന്നിലാണ്. എന്നാൽ KK ശൈലജയുടെ ജനകീയതയും ജന്മനാട്ടിൽ നിന്ന് ലഭിക്കുന്ന വോട്ടുകളും നിർണായകമാണ്. 5000 വോട്ടുകളെങ്കിലും വ്യക്തിപരമായി ശൈലജ സമാഹരിച്ചാൽ ജയം ഉറപ്പെന്നാണ് വിലയിരുത്തൽ. മതസാമുദായിക ഘടകങ്ങളും അനുകൂലമെന്നാണ് CPIM കണക്കുകൂട്ടുന്നത്. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് പേരാവൂർ. KPCC അധ്യക്ഷനും CPIMന്റെ സമുന്നത വനിതാ മുഖമായിട്ടുള്ള KK ശൈലജയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ആ പോരിൽ ആര് ജയിക്കുമെന്ന് CPIM കണക്കുകൂട്ടുമ്പോൾ ശൈലജയ്ക്ക് തന്നെ ഒരു മുൻതൂക്കം. അത് എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്? നിലവിൽ സംഭവിച്ചിട്ടുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്താണ് അർജുൻ? റോഷ്നി, പേരാവൂർ മണ്ഡലത്തിന്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ഇരിട്ടിയാണ്. ഇരിട്ടിയിൽ 1933 ബ്രിട്ടീഷ് സർക്കാർ, അന്നത്തെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ള ഒരു പാലമുണ്ട്. ആ പാലം ഇപ്പോൾ ആര് കടക്കുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അതിശക്തമായി നിലനിൽക്കുന്നത്. എന്തായാലും വലിയ പോരാട്ടം, വാശിയേറിയ പോരാട്ടം, രണ്ട് പ്രധാനപ്പെട്ട മുഖങ്ങൾ. അതിൽ ആര് തോറ്റു കഴിഞ്ഞാലും വലിയ രീതിയിൽ രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമായി തന്നെ മാറും. അതിപ്പോൾ സണ്ണി ജോസഫ് ആണെങ്കിലും KK ശൈലജയാണെങ്കിലും. എന്നാൽ ഇത്തവണ CPIM അവിടെ ഒരു അട്ടിമറി തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഈ പറയുന്ന എല്ലാ ഘടകങ്ങളും അനുകൂലമാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് അന്തിമമായിട്ടുള്ള കണക്കെടുപ്പ് കഴിഞ്ഞപ്പോഴും CPM പ്രവചിക്കുന്നത്. ഏറ്റവും പ്രധാനമായി CPIM കണക്കെടുത്തത് 3 തരത്തിലാണ്. അതായത് അവരുടെ പാർട്ടി വോട്ടുകൾ, അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള വോട്ടുകളുടെ കണക്കെടുക്കുന്നത് 3 തരത്തിലാണ്. ഒന്ന്, അടിയുറച്ച പാർട്ടി വോട്ടുകൾ. 2, അനുഭാവമുള്ള വോട്ടുകൾ. അതായത് അനുഭാവം എന്ന് പറയുമ്പോഴും അത് ഉറച്ച വോട്ടിനോട് ചേർത്ത് നിർത്താൻ വേണ്ടി കഴിയുന്ന വോട്ടുകളായി തന്നെയാണ് CPIM വിലയിരുത്തുന്നത്. മറ്റൊന്ന്, ഇടതനുഭാവമുള്ള, അതായത് പാർട്ടിയോട് അനുഭാവമുള്ള എന്നാൽ ചാഞ്ചാട്ട സ്വഭാവത്തിലുള്ള വോട്ടുകൾ. ഇത് 3 തരത്തിലും കണക്കെടുത്ത് പൂർത്തിയാക്കുമ്പോൾ 5000 വോട്ടുകൾ മാത്രമാണ് സണ്ണി ജോസഫിന് അവിടെ ശക്തമായ രീതിയിൽ, അല്ലെങ്കിൽ 5000 വോട്ട് മാത്രമാണ് അവിടെ ഭൂരിപക്ഷം പാർട്ടിയുടെ കണക്കിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാനുള്ള സാധ്യത KK ശൈലജയുടെ വ്യക്തിപരമായ ജനകീയത, അതുപോലെ തന്നെ ജന്മനാട്ടിൽ നിന്നും സ്വരൂപിക്കാൻ വേണ്ടി കഴിയുന്ന വോട്ടുകൾ, അത് ഒരു 5000-ലധികം വോട്ടുകൾ വരും. ഏറ്റവും ചുരുങ്ങിയത് 5000 വോട്ടെങ്കിലും KK ശൈലജയ്ക്ക് ആ മണ്ഡലത്തിൽ നിന്നും പാർട്ടി വോട്ടുകൾക്ക് പുറമെ ലഭിക്കും എന്നുള്ളതാണ് CPIM കണക്കാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 3000 വോട്ടുകൾക്കെങ്കിലും ജയിക്കാനുള്ള സാധ്യത തന്നെയാണ് പേരാവൂരിൽ CPIM വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ മതസാമുദായിക ഘടകങ്ങളെല്ലാം തന്നെ ഇക്കുറി അനുകൂലമായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി BDJS-നാണ് ആ സീറ്റ് നൽകിയിരിക്കുന്നത്. പൈലി വാത്യാട്ട് അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായി, NDAയുടെ സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അവിടെ ഈ തരത്തിൽ BJPക്ക് കാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പക്ഷം വോട്ടുകളെങ്കിലും ഇക്കുറി KK ശൈലജയ്ക്ക് അനുകൂലമായി വരാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഭൂരിപക്ഷത്തിനകത്ത് അത് അല്പം കൂടി വർധനവുണ്ടാക്കും. എങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ 5000 വോട്ടാണ് ഇപ്പോൾ UDFന് പാർട്ടി വോട്ടുകൾ മാത്രം കണക്കിലെടുക്കുമ്പോൾ ലീഡ് പറയുന്നത്. പക്ഷേ അങ്ങനെ വന്നാൽ പോലും ഒരു 2500-3000 വോട്ട് പോലും ശൈലജ ടീച്ചറുടെ വ്യക്തിപ്രഭാവത്തിന്റെ പേരിൽ പാർട്ടിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നേരിയ വോട്ടിന് വിജയിക്കും. പക്ഷേ നിലവിൽ 5000 വോട്ടെങ്കിലും ടീച്ചറുടെ പേരിൽ മാത്രം, അതായത് KK ശൈലജയ്ക്ക് കിട്ടുന്ന, പാർട്ടിക്ക് കിട്ടുന്ന വോട്ടുകളല്ല, KK ശൈലജയ്ക്ക് കിട്ടുന്ന വോട്ടുകളായി അവിടെ പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 3000 വോട്ടിന് ജയിക്കും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. പക്ഷേ ഈ തരത്തിൽ CPIMന്റെ ക്യാമ്പിൽ നിന്നും ഇങ്ങനെയാണ് കണക്കുകൂട്ടൽ നടക്കുന്നതെങ്കിൽ കൂടിയും മറുപക്ഷത്ത് UDF ക്യാമ്പും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇന്നലെ സണ്ണി ജോസഫ് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് 10000-ൽ കുറയാത്ത വോട്ടുകൾക്ക് UDF ഞാൻ ജയിക്കും എന്നുള്ളതായിരുന്നു സണ്ണി ജോസഫ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. അപ്പോൾ സ്വാഭാവികമായും UDF ക്യാമ്പും വലിയ ആത്മവിശ്വാസത്തിലാണ്. ആദ്യഘട്ടം മുതൽ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഒരു മണ്ഡലം എന്ന് കണ്ണൂരിൽ, പ്രത്യേകിച്ച് കേരളത്തിലാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി തന്നെ പേരാവൂർ മാറിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുമ്പോഴും നമ്മൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിന്റെ ഒരു ശരാശരി ഈ പറയുന്ന ഭൂരിപക്ഷം സണ്ണി ജോസഫിന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത് 5000 മാത്രമേ വരികയുള്ളൂ. ആ 5000-ആണ് ഇപ്പോൾ സണ്ണി ജോസഫിന് ലീഡായി CPIM നൽകുന്നത്. പക്ഷേ അതും കവച്ചു വെച്ചുകൊണ്ട് ശൈലജ ടീച്ചറുടെ ജനകീയത, ജന്മനാട്ട്, ശൈലജ ടീച്ചറുടെ ജനിച്ചു വളർന്ന നാട് കൂടിയാണത്. വിവാഹത്തിന് ശേഷമാണ് ടീച്ചർ മട്ടന്നൂരിലേക്ക് എത്തുന്നത്. അപ്പോൾ ജന്മനാട്ടിൽ നിന്ന് ടീച്ചർക്ക് ഒരു അധിക വോട്ടുകൾ CPIM പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ വോട്ടുകൾ എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ
3000 വോട്ടിന് ജയിക്കും, പേരാവൂരിൽ ഇക്കുറി ഒരു ഇടതുപക്ഷത്തിന്റെ അട്ടിമറി അവിടെ സംഭവിക്കും എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് CPM ഉള്ളത്. ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവിടെ മണ്ഡലം കമ്മിറ്റി നൽകിയിട്ടുള്ള ഈ കണക്ക് കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ള കണക്കിൽ 5000 വോട്ട് പിറകിലാണ് എന്നുള്ള കണക്കാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ചത്. പക്ഷേ അത് പറയുമ്പോൾ പോലും ഈ പറയുന്ന ടീച്ചറുടെ വ്യക്തിപരമായി ലഭിക്കാൻ വേണ്ടി കഴിയുന്ന, സമാഹരിക്കാൻ വേണ്ടി കഴിയുന്ന വോട്ടുകൾ കൂടി ചേരുമ്പോൾ വിജയിക്കും എന്ന് തന്നെയാണ് CPM-ന്റെയും ഇടത് ക്യാമ്പിന്റെയും ഒക്കെ ആത്മവിശ്വാസം, പ്രതീക്ഷ. ഇക്കുറി ഇരിട്ടിയിലെ പാലം, പേരാവൂരിന്റെ പാലം അത് ഇടതുപക്ഷം കടക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസവും കോൺഫിഡൻസും ഒക്കെ CPM-നെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. റോഷ്നി, യെസ്, അതാണ്. കൂട്ടിയും കിഴിച്ചുമൊക്കെ നോക്കിയപ്പോൾ സണ്ണി ജോസഫിന് വോട്ടുകളിൽ ചില മുൻതൂക്കം വിലയിരുത്തപ്പെട്ടുവെങ്കിലും ഒരു അട്ടിമറി പേരാവൂരിൽ ഉണ്ടാകുമെന്നും KK ശൈലജ വിജയിച്ച് കയറുമെന്നും KK ശൈലജയുടെ ജനസമ്മതി തന്നെ അതിന് കാരണമായി മാറുമെന്നുമൊക്കെയുള്ള പാർട്ടി വിലയിരുത്തലുകളാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്.